നമസ്കാരം. ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ കർശന നടപടികളിലേക്ക് കടക്കാനൊരുങ്ങിയിരിക്കുകയാണ് പോലീസ്. ചൊവ്വാഴ്ച ബോബി ചെമ്മണ്ണൂരിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ ജാമ്യം നൽകാതിരിക്കാനുള്ള വകുപ്പുകൾ കൂടി ചേർക്കാനുള്ള വഴിയാണ് അന്വേഷണ സംഘം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനായി നടി ഹണി റോസിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടന പരിപാടിക്കിടെ ലൈംഗിക അധിക്ഷേപം നടത്തിയതിന് പിന്നാലെ പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്നും ഹണി റോസ് ആരോപിച്ചിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നടിയുടെ മൊഴി രേഖപ്പെടുത്താനാണ് പോലീസ് ആലോചിക്കുന്നത്. ഇത് പ്രകാരമുള്ള വകുപ്പ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തുമെന്നതും പോലീസ് പരിശോധിച്ച് വരികയാണ്. ബോബി ചെമ്മണ്ണൂർ നടത്തിയ മറ്റ് അശ്ലീല പരാമർശങ്ങളും പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഇതിനു മുൻപ് പല അവസരങ്ങളിലായി ബോബി ചെമ്മണ്ണൂർ നടത്തിയ അശ്ലീല പരാമർശങ്ങളുടെ വീഡിയോകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബോബിയുടെ ജാമ്യത്തെ എതിർത്ത ഇവയെല്ലാം കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ നീക്കം. നിലവിൽ ഭാരതീയ ന്യായ സംഹിത 75, IT ആക്ട് 67 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിന് എതിരെ കേസെടുത്തിരിക്കുന്നത്. നിലവിൽ കാക്കനാട് ജയിലിലാണ് ബോബി ചെമ്മണ്ണൂർ കഴിയുന്നത്. എറണാകുളം CJM കോടതിയാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ച റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്കാണ് ബോബിയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇത് ചോദ്യം ചെയ്ത ബോബി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എങ്കിലും ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ കോടതി വിസമ്മതിക്കുകയായിരുന്നു. ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഹർജി. ചൊവ്വാഴ്ച ഹർജി പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം കൂടി കേൾക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസിന്റെ നീക്കം. നേരത്തെ ബോബി ചെമ്മണ്ണൂരിന്റെ വാദങ്ങളൊന്നും തന്നെ ഹൈക്കോടതി മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല. ഹണി റോസ് കുറ്റം ആരോപിക്കുന്ന വീഡിയോ അവരുടെ തന്നെ പ്രൊഫൈലിൽ ഉണ്ട് എന്നും അതിന്റെ ലിങ്ക് ഹാജരാക്കാമെന്നും ബോബി പറഞ്ഞിരുന്നു. എന്നാൽ വീഡിയോ ഹാജരാക്കുന്നത് കേസിനെ ബാധിക്കും എന്നായിരുന്നു പ്രോസിക്യൂഷൻ നിലപാട്. ഇത് ശരിവെച്ചുകൊണ്ട വീഡിയോ കാണേണ്ടതില്ല എന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. ബോബി ചെയ്തത് ഗൗരവമേറിയ തെറ്റാണെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. മോശം പെരുമാറ്റത്തോടുള്ള എതിർപ്പ് ഹണി റോസ് കൃത്യമായി അറിയിച്ചിരുന്നു എന്നും പോലീസ് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ജാമ്യം നൽകിയാൽ അത് ഇത്തരം കുറ്റങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നത് പോലെയാകുമെന്നും പ്രതി നിരന്തരമായി പരാതിക്കാരിയെ അധിക്ഷേപിച്ചതിന് തെളിവുണ്ട് എന്നും പ്രോസിക്യൂഷൻ അറിയിക്കുകയായിരുന്നു. മുതിർന്ന അഭിഭാഷകനായ B. രാമൻപിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിനായി കോടതിയിൽ ഹാജരായത്.